എത്രയോ ദിവസം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ടായത് അവർക്കെതിരെ കേസെടുക്കണമെന്ന്. അത്ര ദിവസമായിട്ടും ഇവര് പോലീസിന് മുമ്പിൽ ഹാജരാകാതെ നടക്കുക. മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ നടക്കുക. ഇത് നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുക. രണ്ട് ഗൺമാന്മാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുക. അവർ വരുമെന്ന് നോക്കാം. ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെ വിടില്ല. കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഒരു കാരണവശാലും വെറുതെ വിടില്ല. അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തി. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല. ഞങ്ങൾ നോക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.